നീ സംഖ്യയാണ്, നീ കമ്മിയാണ്, ഇസ്ലാമിന്റെ നിയമത്തെ പറ്റി പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടിയുള്ളത്? ഇത് മാത്രമല്ല, നല്ല പച്ച തെറികളാണ് എനിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ ഇവർ സംഖ്യയാക്കിയതിൻ്റെയും കമ്മിയാക്കിയതിൻ്റെയും പ്രധാന കാരണം എന്താണെന്നറിയാം. മുസ്ലിം പെൺകുട്ടികൾ ഓണത്തിന് ഡാൻസ് കളിച്ചതിനെ അനുകൂലിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു. അത് കുറച്ചു പേർക്ക് നന്നായിട്ടന്ന് കൊണ്ടു. അതിനുശേഷം എനിക്ക് കിട്ടിയ പേരാണ് സംഗിണി, കമ്മിണി എന്നൊക്കെ. എന്നെ സംഖ്യ എന്ന് വിളിച്ചവന്മാരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പേര് റെജീന സെയ്ദ് ജലീൽ എന്നാണ്. ഇത് നിങ്ങൾ നേരത്തെ കാലത്തെ പറയണ്ടേ, ഇപ്പോഴാണ് വന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ച പോലെ രാജാമണിയെന്നോ നീലാമണിയെന്നോ തങ്കമണിയെന്നോ കനകെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിചാരിച്ചു. പക്ഷെ അത്തരം സ്ത്രീകളൊന്നും ഹൈന്ദവ പെൺകുട്ടികളൊന്നും ഇമാതിരി തലച്ചോറ് നായി നോക്കിയ രീതിയിൽ സംസാരിക്കൂല. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. റജീന സെയ്ദു ജലീൽ അല്ലേ? നിങ്ങളോട് പറയാനുള്ളത്, ദീനീയ ബോധം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണം, അല്ലെങ്കിൽ കുടുംബത്തിൽ രക്തബന്ധമുള്ള ആർക്കെങ്കിലും ഒരെണ്ണത്തിന് വേണം. ഇത് ഒരെണ്ണത്തിന് തലച്ചോറില്ലെങ്കിൽ നിങ്ങൾ ഇതല്ല അതിൻ്റെ അപ്പുറം പറയും. ആദ്യം പോയിട്ട് കുറച്ച് വിവരം, ആദരവ്, ബഹുമാനം, മതം, ദീന്, ദുനിയാവ് ഒരു 25% എവിടെ നിന്നെങ്കിലും കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ വഴി ആദ്യം നോക്കുക. ഒന്നില്ലെങ്കിൽ ഹൈന്ദവ മതത്തെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സ്വന്തം മതമായ ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇത് അതുമില്ല ഇതുമില്ല, തലയ്ക്കും പൊളിവില്ല, തലയിൽ തലച്ചോറുമില്ല, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ എന്നിട്ട് ഞാൻ റജീലാണ്, സയ്യിദാണ്, ജമീലാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിലെന്താ കാര്യമുള്ളത്? ഇപ്പോൾ ഒരാൾ പേര് വെച്ചതുകൊണ്ട് മുസ്ലിം ആവുമോ? അല്ലെങ്കിൽ മുസ്ലിമായിട്ട് ജനിച്ചതുകൊണ്ട് മുസ്ലിം ആവുമോ? ഇസ്ലാമിൻ്റെ നാമം പേറി നടന്നുകൊണ്ട് മുസ്ലിം ആവുമോ? പണ്ട് നമ്മുടെ PC ജോർജ് ബുദ്ധിയും വിവേകമൊക്കെയുള്ള കാലത്ത് പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. മുസ്ലിമാ പറഞ്ഞാൽ മുസ്ലിം ആവുമോ? ഒരിക്കലും ആവൂല. മുസ്ലിം എന്ന് വെച്ചാൽ എന്താ? ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്, വേറെ ഒരു ആരാധനയില്ല. മുഹമ്മദ് നബി അള്ളാഹിൻ്റെ റസൂലാണ് എന്ന് പറയപ്പെടുമ്പോൾ അള്ളയും റസൂലും എന്തൊക്കെ നിരോധിച്ചിട്ടുണ്ടോ അതൊക്കെ നിരോധിക്കേണ്ടി വരും, എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നിർവഹിക്കേണ്ടി വരും. അതാണ് മുസ്ലിം. അല്ലാണ്ട് ഇപ്പോൾ തട്ടിട്ട മുസ്ലിം ആവുമോ? നിങ്ങളൊക്കെ എവിടെ നിന്ന് കുറ്റം പറക്കി വരുന്നതാണ്? അതുകൊണ്ട് കുറച്ച് അന്തം, തലച്ചോറ് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കിട്ടാനുള്ള വകുപ്പുണ്ടെങ്കിൽ പോയി നോക്കുന്നത് പറയാനുള്ളൂ. പിന്നെ ഇപ്പോൾ അടുത്തത്, മുസ്ലിം പെൺകുട്ടികൾ തട്ടമിട്ട് ഡാൻസ് കളിക്കുന്നത് ഹറാമാണ്, അത് ചെയ്യാൻ പാടില്ല. കാലഘട്ടം മാറിയില്ലേ, പിള്ളേരൊക്കെ വേറെ ലെവലാണ്, അവരെയൊക്കെ അവരുടെ വഴിക്ക് വിടും. കാലഘട്ടമൊക്കെ മാറി, പിള്ളേരൊക്കെ വേറെ ലെവലാണെന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരി, കാലഘട്ടം മാറിയെന്നത് കൊണ്ട് മതത്തെ മാറ്റാൻ പറ്റില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇസ്ലാം മതം എന്നുള്ളത് അതിൻ്റെ ആരംഭം അത് ആദം നബി അലൈഹി ഇസ്ലാം മുതൽ തുടങ്ങി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെട്ടതാണ്. ഉത്തമ നൂറ്റാണ്ടായ 1-ാം നൂറ്റാണ്ട് മുതൽ 14 നൂറ്റാണ്ട് പിന്നിട്ട കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് കാലം മാറി എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് മാറാൻ പറ്റില്ലല്ലോ. മതത്തെ മാറ്റാൻ പറ്റുമോ? ഏത് ബുദ്ധി കൊണ്ടാണ് സംസാരിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു ട്രാഫിക്കിൽ ഭയങ്കര ബ്ലോക്കാണ്, വണ്ടികളൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വന്ന് അങ്ങനെ ആകെ അപ്പട്ടപ്പെട്ടൊക്കെ ആയിട്ട് ഭയങ്കര ബ്ലോക്കായി. അപ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് അതെന്ത് ചെയ്തു, സംഗതി തർത്തീബാക്കാൻ, ഇജ്ജിപ്പോൾ പോകണ്ട അവിടെ നിൽക്ക്, ഇജ്ജ് പൊക്കോ, ഇജ്ജ് പോകണ്ട അവിടെ നിൽക്ക്, ഇജ്ജ് പൊക്കോ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് ഇജ്ജ് പോയിട്ട് പറയോ, ഇത് കാലം മാറി, വണ്ടി മാറിയിരിക്കുന്നു, ചീറിപ്പാറി പോകുന്ന കാലമാണ്, ഇജ്ജെൻ്റെ പണി നോക്ക്, ഓരെങ്ങനെ പൊക്കോട്ടെ എന്ന് പറയോ? എന്താ ഇപ്പോൾ കഷ്ടമാണിത്. അതുകൊണ്ട് ദീനും ദുനിയാവ് എന്താണെന്ന് ആദ്യം പഠിക്കുക. ദീൻ എന്താണെന്ന് ഒരു 50% പഠിക്കുക. മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല. നിങ്ങൾക്ക് തട്ടിട്ട് നടക്കുക, തട്ടിടാണ് നടക്കുക, ഉടുത്തുള്ളില്ലാതെ നടക്കുക, ഒക്കെ ചെയ്യുക. രാജ്യത്ത് എന്തൊക്കെ നിയമമുണ്ടോ, എന്തൊക്കെ അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അതൊക്കെ ദീനിൽ അനുവദിക്കണമെന്ന് പറഞ്ഞാൽ എന്താവില്ല, അത് കാലത്തിനനുസരിച്ച് മാറ്റാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ദീനിനെ കുറിച്ച് എന്ത് ചെയ്യുക, ഒരു മതത്തിൻ്റെ വിഷയം പറയുന്ന ആളുകളെ അതിനെ വിമർശിക്കാൻ കുറച്ച് ബുദ്ധിയാണ് വേണ്ട. ആദ്യം തലച്ചോറ്, കുറച്ച് ദീനീയ ബോധം. ഇതൊന്നുമില്ലാത്ത വെറുതെ ഇങ്ങനെ ഗിണുന്ന് പറഞ്ഞാൽ എന്താവില്ല, നിങ്ങൾ ഫേമസ് ആവുന്നുള്ളൂ, നിങ്ങളുടെ നിലയും വിലയൊക്കെ പോകുന്നുണ്ടാവില്ല. അതുകൊണ്ട് ദീനി എന്താണ് എന്ന് പഠനത്തിന് വിധേയമാകുക. ആ ദീനിൻ്റെ നിയമത്തിനെതിരെ ആരെങ്കിലൊക്കെ എതിരെ പ്രവർത്തിക്കുമ്പോൾ ആ ദീന് പറയുന്ന ആളുകൾ അത് ഏത് മതസ്ഥിനോടാണോ യോജിക്കുന്നത് ആ മതത്തെ അനുകൂലിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യുക, ആ മതം, ഹൈന്ദവ മതം, അതിൻ്റെ ഐതിഹ്യം എന്താണ്,
എന്താണ് ഓണം? ഇതൊക്കെ എന്ത് ചെയ്യുക? പഠിച്ച് മനസ്സിലാക്കുക. എന്താണ് ഓണം? ശ്രോണായ ശ്രവണത്വാദേശ മുഹൂർത്തേ അബ്ജിതി പ്രഭു സർവേ നക്ഷത്രധാരാദ്യ ചക്രു തുജന്മദക്ഷിണം. അല്ലേ? അങ്ങനല്ലേ? ഭഗവാൻ വാമനമൂർത്തിയായി ഭൂമിയിൽ അവതരിച്ചത്, അതായത് ഭഗവാൻ അവതാരമുണ്ടായ ദിവസം. ആ ദിവസത്തിലാണ് പിന്നെ മുസ്ലിം പെണ്ണുങ്ങൾ കസ്സർ മന്ദ സബ് കറുമന്ത തൂക്കി തൂക്കി എന്നും പറഞ്ഞിട്ട് സാരി ഉടുത്തിട്ട് എന്ത് ചെയ്യുന്നത്? തുള്ളിച്ചാടി കളിക്കുന്നത്. ഇതാ ഓണാഘോഷം. അതും ചിങ്ങമാസം തിരുവോണം നക്ഷത്രം അഭിജിതി എന്ന ഒരു പ്രത്യേക മുഹൂർത്തം. ആ ദിവസത്തിലാണ് മുസ്ലിം പെണ്ണുങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന തോന്നിയ ദിവസങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഇതിനാരെങ്കിലും ഓണാഘോഷം എന്ന് പറയുമോ? നിങ്ങളാ മുസ്ലിങ്ങളെന്ന് പിന്നെ അവകാശപ്പെടുന്നത് രണ്ട് തെറ്റാണ് വന്നിട്ടുള്ളത്. ഒന്ന്, മുസ്ലിമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇസ്ലാം മതത്തിൻ്റെ നിയമത്തിനനുസരിച്ച് അള്ളയും റസൂലും നിഷിദ്ധമാക്കിയതിനെ നിങ്ങളതിനെ ഏറ്റുപിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പം തന്നെ പോയി ഹയാവ് പോയി. ഒന്ന്. പിന്നെ രണ്ട്, ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ത്? മറ്റു മതസ്ഥരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ ഓണത്തെ വീക്ഷിക്കലുണ്ട്, നമ്മളൊക്കെ ആദരിക്കലുണ്ട്. ആ ഓണം ആഘോഷിക്കുന്നത് ആർക്കാണ്? അത് ഹൈന്ദവ മതവിശ്വാസികൾക്കാണ്. അതിൻ്റെ ഐതിഹ്യം പറയുന്നത് അങ്ങനെയാണ്. അതെങ്ങനെ ആഘോഷിക്കുക? നമ്മൾ കണ്ടിട്ടില്ലേ? ഇവിടെയൊക്കെ എത്രയോ പിന്നെ കുറച്ചൊക്കെ ബുദ്ധിയും വിവരമുള്ള എത്രയോ ഹൈന്ദവ കുടുംബങ്ങളുണ്ട്. ഓണ ദിവസം, ആ ദിവസം വരുമ്പോൾ അവർ പുലർച്ചെ എണീച്ച് കുളിച്ച് ഫ്രഷായി ഉള്ളതിൽ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആഹാരത്തിന് വേണ്ട പാചകങ്ങളൊക്കെ ചെയ്ത് പൂക്കളൊക്കെ കിട്ടിട്ട് നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ഈ ഓണം പിന്നെ അതിനെ കളിയുണ്ടല്ലോ, എത്ര ഭംഗിയായിട്ട് മനോഹരമായിട്ട് കണ്ടിട്ടില്ല അതൊന്നും. അതിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് മുസ്ലിം പെണ്ണുങ്ങളെ തട്ടിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കല. കഷ്ടം. രണ്ട് തെറ്റാണ്. ഒന്ന്, ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ എന്ത് ചെയ്തു? അവിടെ ലംഘിച്ചു. രണ്ട്, മറ്റു അന്യമതസ്ഥരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ കൽപ്പന അതും ലംഘിച്ചു. ഇത്തരം പെണ്ണുങ്ങളുടെ വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ മുസ്ലിം സഹോദരികൾക്ക് എന്തെങ്കിലും സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇത് പിന്നെ മുസ്ലിമായിട്ട് ജനിച്ച് മുസ്ലിം നാമധാരികളായ വിവരം കെട്ട കുറച്ച് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ആ മതത്തെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ആദരിക്കാതെ ബഹുമാനിക്കാതെ അതിനെ അപകീർത്തപ്പെടുത്തി എന്നുള്ളതാണ്. ഇതിനെ മറുപടി ശരിക്കും ഹൈന്ദവത്തിൻ്റെ പണ്ഡിതന്മാരാണ് പറയേണ്ടത്. ഒരെന്തുകൊണ്ടാണ് അങ്ങനെ മൗനം പാലിക്കുന്നുള്ളത് നമുക്കറിയുന്നില്ല. അപ്പോൾ ഈ തോന്നിയവാസത്തിന് സന്തോഷിക്കുന്നവരാണ് ഏതെങ്കിലും ഹൈന്ദവ യഥാർത്ഥ മതവിശ്വാസി. അതിനെ പണ്ഡിതന്മാർ ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ? ഒന്ന് പറയട്ടെ, വാക്കിനെ അപ്പം പറഞ്ഞുതരാം. ഇതിലിപ്പോൾ സന്തോഷിക്കുന്നത് ഒന്ന് നമ്മുടെ ആർപ്പിക്കോസ്. അവർക്ക് ഇങ്ങനെ എന്താ പറയുക, പൊട്ടനെ ലോട്ടടിച്ച പോലെയാണ് ഇതിങ്ങനെ കാണുമ്പോൾ കുറേ സംഖ്യകളും. കാരണം എന്താ? അവർ ഇസ്ലാം വിരോധികളാണ്. അവർക്ക് എന്താ ഒന്ന് കിട്ടുന്ന വേണ്ടിയിട്ടാണ് ഓരിങ്ങനെ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം മുസ്ലിം ആവുക. എന്നിട്ട് അള്ളി റസൂൽ എന്തൊക്കെ നിരോധിച്ചിട്ടുണ്ടോ അതൊക്കെ നിരോധിക്കുക, എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ കൽപ്പിക്കുക. എങ്കിൽ മാത്രമേ മുസ്ലിം ആവുള്ളൂ. ഇസ്ലാമിൻ്റെ പേര് വെച്ചുകൊണ്ട് മുസ്ലിം ആവില്ല. മുസ്ലിമായിട്ട് ജനിച്ചത് കൊണ്ട് മുസ്ലിം ആവില്ല. ഇസ്ലാമിൻ്റെ നാമം അങ്ങനെ പേറി നടന്നാൽ എന്താവില്ല? മുസ്ലിം ആവില്ല. അത് തോന്നിയവാസം കാണിക്കാനുള്ളല്ലേ, പിന്നെ ലൈസൻസ് അല്ല. എന്നിട്ട് ആ മതത്തിൻ്റെ നിയമം പറയുമ്പോൾ ഏത് മതത്തിനോടാണോ നിങ്ങൾ യോജിക്കുന്നത് ആ മതം എന്താണെന്ന് ആദ്യം പോയി പഠിക്കുക. ഈ ഓണാഘോഷം എന്നുള്ളത് ഹൈന്ദവ മതവിശ്വാസികളുടെ അവരുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടൊരാഘോഷമല്ലേ? അത് ആഘോഷിക്കാൻ അർഹതയുള്ളവർ എന്താണ്? അത് ഹൈന്ദവ സുഹൃത്തുക്കളാണ്. അവർ ആഘോഷിക്കട്ടെ. നമുക്കതിനെ ആദരിക്കുക, ബഹുമാനിക്കുക, അതിനെ ഇഷ്ടപ്പെടുക, അതിനെ വീക്ഷിക്കുക, അനുവദിച്ചിട്ടുള്ളതൊക്കെ ചെയ്യുക, സൗഹൃദം പങ്കിടുക, ഭക്ഷണം കഴിക്കുക, ഒരു കുഴപ്പമില്ല. അല്ലാണ്ട് അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട നല്ല മനോഹരമായിട്ടുള്ള ഒരു കർമ്മം അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഈ സാരിയും തട്ടമൊക്കെ എടുത്തിട്ട് പോയിട്ട് അതിൻ്റെ അടിയിൽ കിടന്ന് ഇങ്ങനെ തുള്ളിച്ചാടൽ ഒന്ന് ഇസ്ലാമിക വിശ്വാസം അവിടെ ലംഘിച്ചു, രണ്ട് ആ മതത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. അതതിൻ്റെ വസ്തുത. അതിനെ അലങ്കോലപ്പെടുത്തുകയാണത്. മനസ്സിലാവുന്നുണ്ടോ? കുറച്ചൊക്കെ എന്ത് ചെയ്യുക, ബുദ്ധിപരമായിട്ടൊക്കെ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക. വിമർശിക്കുമ്പോൾ ഏത് വിഷയത്തിലാണോ വിമർശിക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കുക. നിങ്ങൾ ഏത് മതത്തിനോടാണോ ആഘോഷം യോജിക്കുന്നത് ആ മതത്തിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ പഠിക്കുക. കുറച്ചൊക്കെ ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യുക, പെരുമാറുക, സംസാരിക്കുക. കഷ്ടം.